പറയുന്നത് സത്യമായിരിക്കണം. ഇതുവരെ ഞാൻ പറഞ്ഞ ഏത് കാര്യത്തിനും ഞാൻ തെളിവ് തരും. ഏത് കാര്യത്തിനും. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിന് തെളിവില്ല. ലിയാക്കത്ത് നുണ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഒരു നുണ സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു ചങ്ങായി നുണ കയ്യോടെ പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേറെ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അയാളോട് നേരിട്ട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ ഒരു നുണ പറയൂ എന്ന് പറഞ്ഞാൽ അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെ വലിയൊരു കളവാണ്. നമ്മളുടെ ചാനൽ തന്നെ ഒരുപാട്, ഒന്നും രണ്ടും അല്ല, ഒരു 100 കണക്കിന് കളവുകൾ ഇയാളത് തെളിവടക്കം പിടിച്ചിട്ടുണ്ട്. ഒറ്റൊന്നിന് പോലും ഇയാൾ മറുപടിയായിട്ട് വന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഫോൺ സംഭാഷണത്തിൽ ഇയാൾ വെച്ച് സംസാരിച്ചിട്ടും അതിനും ഒരു മറുപടി ഇല്ല. അപ്പോൾ അവസാനമായിട്ട് ഇയാൾ വിളിച്ച് എന്നായിട്ട് സംസാരിച്ച കാര്യത്തിൽ പിന്നീട് ബാക്കി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അതിനും പിന്നീട് വിളിച്ചിട്ടില്ല. ഇത്രയ്ക്കും കളവ് വരും നുണ പറഞ്ഞ് നടക്കുന്ന ഇയാളാണ് ഒരു നുണ കാണിച്ചു തരാൻ പറയുന്നത്. എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഒരൊറ്റ നുണ മാത്രം കാണിക്കുന്നുണ്ട്. അതിന് നമ്മളൊരു 30,000, അത് നുണയല്ല എന്ന് തെളിയിച്ചാൽ 30,000 രൂപ നമ്മൾ ഇനാമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു 20,000 കൂടി കൂട്ടിയിട്ട് നമ്മളിപ്പോൾ 50,000 ഇനാമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇനിയെങ്കിലും ഇത് നുണയല്ല എന്ന് തെളിയിക്കാം. താങ്കൾ ഒരു സത്യസന്ധനാണ് എന്ന് നമുക്ക് തോന്നുന്നില്ല. എന്തായാലും ഈ ലൈവിൽ വന്ന് പറഞ്ഞാണല്ലോ, അപ്പോൾ അതിനെങ്കിലും ഒരു മറുപടി തരണമെന്ന് പറയാണ്. എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഇതിന് മുമ്പ് ചെയ്ത വീഡിയോ തന്നെയാണ്. അതിൽ 30,000 ആണ് പറയുന്നതെങ്കിൽ നമ്മളൊരു 20,000 എക്സ്ട്രാ ഇപ്പോൾ കയറ്റിയിട്ടുണ്ട്. ഇനിയെങ്കിലും വരുമെന്ന് വിചാരിക്കാം. എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. ഈ ഖുർആൻ വചനത്തിന്റെ വിശദീകരണം പറയുന്നിടത്ത് ഇതിന്റെ വിശദീകരണത്തിൽ പറയുന്നത്, ഈ ഖുർആൻ വചനത്തിൽ പരാമർശിക്കപ്പെടുന്നത് ഇതിന് തൊട്ടു മുൻപത്തെ ഖുർആൻ വചനത്തിൽ പരാമർശിക്കുന്ന മുത്അ വിവാഹവുമായി, മുത്അയുടെ ആയത്തുമായി ബന്ധപ്പെട്ട കാര്യമല്ല എന്നതാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് 2:37 അതിന്റെ വിശദീകരണത്തിൽ പറയുന്നു, ഇതിലെ നിയമം എന്ന് പറയുന്നത് ഇതിന്റെ തൊട്ടു മുൻപത്തെ ആയത്തിൽ വിശദീകരിച്ച മുത്അയുടെ ആയത്തുമായി ബന്ധപ്പെട്ട വിശദീകരണമല്ല എന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മുത്അ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സൂറത്ത് ബഖറ 2-ാം അധ്യായത്തിലെ 236-ാമത്തെ വചനം മുത്അ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഞാനവിടെ പറയുന്നത് ഇത് മുത്അ വിവാഹവുമായി ബന്ധപ്പെട്ട ആയത്തല്ല എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇത് മുത്അ വിവാഹവുമായി ബന്ധപ്പെട്ട ആയത്താണ് എന്ന് ഇദ്ദേഹം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം കൊണ്ടുവന്നത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിന്റെ തഫ്സീറാണ്. ഓക്കെ, ഇദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിയുമെങ്കിൽ, ഇത് മുത്അ വിവാഹമാണ് എന്ന് ഇയാൾക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ഇയാൾക്ക് 30,000 രൂപ ഇനാമായിട്ട് കൊടുക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ലൈവിലായിട്ട് ഇദ്ദേഹത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വേറെ എവിടേക്കും പോവാതെ ഈ വിഷയത്തിൽ മാത്രം നിന്നുകൊണ്ട് ചർച്ചയ്ക്ക് ഇദ്ദേഹം തയ്യാറാണ്. ഓൺലൈനിലായിക്കൊണ്ട്, ഓഫ്ലൈൻ അല്ല ഓൺലൈൻ ആയിക്കൊണ്ട് ഇദ്ദേഹം ചർച്ചയ്ക്ക് തയ്യാറാണോ എന്നുകൂടി നമ്മൾ വെല്ലുവിളിക്കുകയാണ്. അതായത് ഒന്നുകൂടി പറയുന്നു, 2:236-ാമത്തെ വചനം മുത്അ വിവാഹമാണോ